നമ്മുടെ പ്രണയദിനം വാലന്റൈൻസ് ഡേ ഇങ്ങനെ കടന്നു പോയിരിക്കുകയാണ്. അപ്പം നമുക്കൊരു ബ്രേക്കപ്പിൻ്റെ കഥ കേട്ടാലോ? ഇതൊരു ഒന്നൊന്നര ബ്രേക്കപ്പ് സ്റ്റോറിയാണ് കേട്ടോ. രണ്ട് കമിതാക്കൾ തമ്മിലുള്ള ബ്രേക്കപ്പ് അല്ല, രണ്ട് ഫ്രണ്ട്സുകൾ തമ്മിലുള്ള ബ്രേക്കപ്പ് എന്ന് പറയാൻ പറ്റൂല കേട്ടോ. ബ്രേക്കപ്പ് ഒന്നുമല്ല, എന്നാലും ഒരു ബ്രോക്കൺ ഹേർട്ടാണ് നമുക്ക് ചെയ്യാനുള്ളത്. 3 ടയറിൽ വരുന്ന കേക്കാണ് കേട്ടോ. വൈറ്റ് ഫോറസ്റ്റിലാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തേത് ഏറ്റവും താഴത്തേത് 10 ഇഞ്ചിൻ്റെ പാനിൽ, റൗണ്ട് പാനിൽ തന്നെ ബേക്ക് ചെയ്തെടുത്തിട്ട് ഹാർട്ട് ഷേപ്പ് ആക്കി എടുക്കുന്നതാണ്. ഏറ്റവും മുകളിൽ ബ്രോക്കൺ ഹേർട്ട് ചെയ്യുന്നതാണ് കേട്ടോ. ഇപ്പം നിങ്ങൾ കാണാനായിട്ട് പോകുന്നത് ബ്രോക്കൺ ഹേർട്ടാണ് ഞാൻ ഉദ്ദേശിച്ചതെങ്കിലും ചെയ്ത് വരുന്ന സമയത്ത് അത് എന്തൊക്കെയോ ആയി. ഞാൻ ഒരു ഹേർട്ട് കേക്ക് ചെയ്തിട്ട് അത് സെപ്പറേറ്റ് ആക്കിയിട്ട് ഫിനിഷാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് രക്തത്തിൽ കുളിപ്പിക്കാനുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് വൈറ്റ് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വൈറ്റ് ചോക്ലേറ്റ് ഗണാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏറ്റവും താഴെ തട്ടിൽ ചെയ്തിട്ടുള്ള 10 ഇഞ്ചിൻ്റെ കേക്ക് ഉണ്ടല്ലോ, ആ 10 ഇഞ്ചിൻ്റെ കേക്കിനെ ഒന്ന് മുറിച്ച് മാറ്റിയിട്ട് നമുക്ക് ഹാർട്ട് ഷേപ്പ് ഒന്ന് ആക്കി എടുക്കണം. ഇത് നമുക്ക് കയറ്റി വെക്കുന്ന സ്റ്റാക്ക് ചെയ്യുന്ന കേക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റൂല, ഹാർട്ട് ഷേപ്പിൽ തന്നെ ചെയ്യേണ്ടി വരും. ഏറ്റവും താഴെയുള്ള കേക്ക് നമുക്ക് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ചെയ്തിട്ട് ഹാർട്ട് ഷേപ്പിലോട്ട് മാറ്റിയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ബ്രോക്കൺ ഹേർട്ട് ഞാൻ സെപ്പറേറ്റ് 2 കഷ്ണങ്ങളാക്കിയിട്ടാണ് ഫിനിഷ് ചെയ്തെടുത്തിട്ടുള്ളത്. ബാക്കി 2 കേക്കും ഞാൻ സ്റ്റാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. 10 ഇഞ്ചും 8 ഇഞ്ചുമാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതിനെ മൊത്തം റെഡിൽ കുളിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കസ്റ്റമർ എന്നോട് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, ഇതുപോലെ ബ്രോക്കൺ ഹേർട്ടായിട്ട് തന്നെ ചെയ്യണമെന്ന്. എൻ്റെ പൊന്നെ, ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ട് എനിക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് ആ ബ്രോക്കൺ ഹേർട്ട് വെക്കുന്ന സമയത്ത് എൻ്റെ ഹേർട്ട് ബ്രേക്കായി പോയി കേട്ടോ. കാരണം അത് ആ 3 ടയറിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുമ്പം അതിലുള്ള ഗണാഷൊക്കെ കുറച്ചൊന്ന് ഡാമേജ് ആയി. അത് വീണ്ടും ശരിയാക്കി കൊടുക്കുന്ന സമയത്ത് വീണ്ടും വൃത്തികേടായി. അപ്പം ഞാനിത് അവിടെ ഒരു ഫ്ലവർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. വലിയ എന്താ ചെയ്യുക. പിന്നെ മറ്റേ സൈഡിൽ നമുക്ക് റൈറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ റൈറ്റിങ്. ഇത് ഒരു ഫ്രണ്ട് മറ്റൊരു ഫ്രണ്ടിന് മാരേജിന് ഗിഫ്റ്റ് കൊടുക്കുന്ന, ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ മാരേജിന് ഗിഫ്റ്റ് കൊടുക്കുന്ന കേക്കാണ് കേട്ടോ. കാരണം അവർ അതുപോലെയുള്ള ഒരു ബോണ്ടിങ് ആണ്. അപ്പോൾ അതുകൊണ്ട് ആൾക്ക് ചെറിയൊരു സങ്കടമൊക്കെ ഉണ്ട് കല്യാണം കഴിഞ്ഞ് പോകുന്നതിൽ. കാരണം കല്യാണം കഴിഞ്ഞാൽ സിംഗിൾസ് പോലെ ആവില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു കേക്ക് ആൾ കോൺസെപ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ആൾ പറഞ്ഞ പോലെ മാക്സിമം ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. താങ്ക്